കൺസെൻറ്റ് ചോദിക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ്. ഒരു കാരണവശാലും അതെനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. കാരണം അയാൾക്ക് നമ്മളിലൊരു താല്പര്യമുണ്ടായി, അതിപ്പം തുറന്നു പറയാണ്ട് അല്ലെങ്കിൽ നമ്മളോട് കൺസേൺഡായിട്ട് ചോദിക്കാണ്ട് മനസ്സിൽ വെച്ചിട്ട് പെരുമാറുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. അതിനേക്കാളും നല്ലത് മാന്യമായിട്ട് നമ്മളോട് വന്ന് കൺസെൻറ്റ് ചോദിക്കുന്നതാണ്. മറച്ചു വെക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഓപ്പണായിട്ട് ഇങ്ങനെ പറയും. തികച്ചും ഇതൊരാളുടെ വ്യക്തി താല്പര്യമാണ്. നമുക്കിപ്പോൾ നമ്മുടെ ഉള്ളിൽ വേറൊരാളടുത്ത് എന്ത് ഇഷ്ടം തോന്നുന്നെങ്കിൽ നമ്മൾ ഓപ്പണായിട്ട് തുറന്ന് പറയും. അതുപോലെ തന്നെയാണ് ഒരു സെക്സ് എന്നുള്ളതൊരു വികാരമാണ്. ഒരാളോട് സെക്സ് ചെയ്യാനൊരു താല്പര്യം ഉണ്ടെങ്കിൽ അതിപ്പോൾ അവരോട് തുറന്ന് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരാൾക്കൊരു ഇഷ്ടം പ്രണയം പറയുമ്പോൾ തന്നെയാണ് ഇപ്പോൾ സെക്സ് എന്ന് പറയുന്ന ഒരു വികാരം പറയുന്നത്. പ്രണയം പോലെ തന്നെയാണ് കാമം ഒരാൾക്ക് ഉണ്ടാകുന്നത്. അതിപ്പോൾ അവരടുത്ത് ഇപ്പം ഒരാളോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നി അവരോട് അത് പറയുന്നത് ഒരിക്കലും തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. ഒരാളോട് അതിൻ്റെ സമ്മതം ചോദിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ഒരു പരിധിവരെ അയാളുടെ തൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ആവശ്യം അത് നമ്മളോട് ഉന്നയിച്ചു, അത് വേണോ വേണ്ട എന്നുള്ളത് പറയാനുള്ള അവകാശവും നമുക്ക് തിരിച്ചുണ്ട്. അത് മാത്രമല്ല, അങ്ങനെ തുറന്നു പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ഏതൊരു പെൺകുട്ടിക്കും സേഫായിട്ട് നിൽക്കാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അങ്ങനെ കാണുന്നില്ല. ഒരു സെക്സ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ അട്രാക്ഷൻ അവരോട് തോന്നുമ്പോൾ അത് അവരോട് തുറന്നു പറയുന്നത്, തുറന്നു പറയാതെ അവരിൽ നിന്ന് വേറൊരു രീതിയിലുള്ള അപ്രോച്ച് അവരുടെ അടുത്ത് നടത്തുന്നത് മോശമാണ്. അല്ലാതെ തുറന്നു പറഞ്ഞ് അവരുടെ അടുത്ത് ഒരു കൺസേൺ ചോദിക്കുക, താങ്കൾക്കും എനിക്കിങ്ങനൊരു താല്പര്യമുണ്ട്, താങ്കൾക്കും ഇതിന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ ഒരു തെറ്റും എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ റിലേഷനിലാണെങ്കിൽ പോലും ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ്സ് വെക്കുന്നവരുണ്ട്. അത് വേറൊരാൾക്ക് ഇഷ്ടം, രണ്ടുപേർക്കും അത് അംഗീകരിച്ച് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് തെറ്റുള്ള കാര്യമില്ല. പിന്നെ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് അറിഞ്ഞും അറിയാതെ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ആൾക്കാരിത് എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ചിന്താഗതി ഇപ്പോഴും പണ്ടത്തെ ആ ഒരു ജനറേഷനിൽ നിൽക്കുന്നവരാണ് മാക്സിമം. ഏറ്റവും കൂടുതൽ ആൾക്കാർ അങ്ങനെയുള്ളവരാണ് ഇന്നത്. അതൊരിക്കലും ഒരു തെറ്റല്ല. നമ്മുടെ സമൂഹം എന്ത് പറയുന്നു എന്നത് രണ്ടാമത്തെ കാര്യമാണ്. നമ്മൾ പേഴ്സണലായിട്ടൊരു കാര്യം, നമുക്കിപ്പം മനസ്സിലുള്ളൊരു കാര്യം ഒരാളോട് തുറന്നു പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഇഷ്ടം എങ്ങനെ പറയുന്നു അതുപോലെ തന്നെയാണ് ഈ കാമം അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഇഷ്ടത്തിലാണ്, അവരിത് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ഇവരിതൊരു റിലേഷൻ അല്ലെങ്കിലും രണ്ടുപേർക്കും താല്പര്യം ഉണ്ടെങ്കിലും ചെയ്യുന്നുണ്ട്. ഇഷ്ടത്തോടെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആസ് യൂഷ്വൽ നോർമലാണ്. യൂറോപ്യൻ സ്റ്റൈലും നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റൈലും ഡിഫറൻ്റ് ആണ്. നമ്മൾ അവിടെ ഒരാളടുത്ത് കൺസെൻറ്റ് ചോദിക്കുന്ന ഒരേ അർത്ഥത്തിൽ ഇവിടെ ഉള്ളവർ എടുക്കണമെന്നില്ല. അപ്പോൾ അതിലൊരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു കോണ്ടക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതിൽ വരുന്നുണ്ട്. നമ്മളൊരു രാത്രി ഒരു 12-1 മണിക്ക് ഒരു ഇടവഴിയിലൂടെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പം അവരോട് നമ്മൾ ഇതേ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതൊരിക്കലും കൺസെൻറ്റായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അവർ ഒറ്റയ്ക്ക് പോവുകയാണ്, അവരുടെ ഒരു സാഹചര്യമുണ്ട്, സിറ്റുവേഷനുണ്ട്, അവരൊരിക്കലും ഒരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റിലല്ല. അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു കൺസെന്റോടെയാണ് സെക്സ് ചെയ്യുന്നത്. നിർബന്ധിക്കുവാണെങ്കിൽ അത് തെറ്റാണ്. എല്ലാ കാര്യം നോർമലൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് നോർമലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കൊരാളുടെ അടുത്ത് നമുക്കൊരിതുണ്ടെങ്കിൽ നമ്മളെടുത്ത് നേരിട്ട് ചോദിക്കാം, അല്ല നമ്മൾ പുറകെ നിന്ന് സംസാരിക്കുകയല്ലല്ലോ. അപ്പോൾ അത് ഒരിക്കലും തെറ്റിട്ടുള്ള ഒരു കാര്യമല്ല. കൺസെന്റ് എന്ന് പറയുന്നത് വേണം. നോർമലൈസ് ചെയ്യുമ്പോൾ ഈ ജെൻഡർ ഇക്വാലിറ്റി മാത്രമല്ല, ഇത് നോർമലൈസ് ചെയ്യേണ്ട കാര്യമാണ്. സെക്സ് എന്നുള്ളത് നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നോർമലൈസ് ചെയ്യുക തന്നെ വേണം. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ അത് ആരോട് പറയണം, അത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീയാണോ അത് സമൂഹമാണോ എന്നൊരു ബോധം കൂടി പറയുന്ന ആളിനുണ്ടാവണം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയോട് എന്നെ സംബന്ധിച്ച് പ്രണയമാണെങ്കിലും വിവാഹാഭ്യർത്ഥനയാണെങ്കിലും ഇനിയിപ്പോൾ സെക്സ് ആണെങ്കിലും അത് സ്ത്രീയെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു അഭ്യർത്ഥനയാണ്. അതിൻ്റെ അർത്ഥം എന്തും കയറി സ്ത്രീയോട് ചോദിച്ചു കളയാം എന്നുള്ളൊരു ധാരണ പുരുഷന്മാർക്കുണ്ടാവുകയും അത് അനുസരിക്കുകയാണ് തൻ്റെ സ്ത്രീകളുടെ ജോലിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്തൊരു സമൂഹമാണെന്ന് നിലവിലുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയോട് യോജിപ്പില്ല. അപ്പോൾ കൺസെൻറ്റ് ചോദിക്കുന്നത് ഒരു കണക്കിന് വളരെ നല്ലൊരു കാര്യമാണ്. ചിലപ്പോൾ അത് ചോദിക്കാണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളോട് വളരെ മോശമായിട്ടായിരിക്കും പെരുമാറാൻ തോന്നുന്നത്. ചിലപ്പോൾ പെരുമാറിപ്പോവാം. ചിലപ്പം ആ കൺസെൻറ്റ് ചോദിക്കുമ്പം നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് പറഞ്ഞ് മനസ്സിലാക്കാം, ഞാൻ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നിന്നെ നമുക്ക് ഇപ്പം അത് വേണ്ട, നമുക്ക് അത് മറന്നിട്ട് നമുക്ക് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് പോവാമെന്നൊക്കെ. കൺസെൻറ്റ് ചോദിക്കുന്നത് ഇപ്പം ഞാൻ പറയണ തെറ്റല്ല. ഇപ്പം ഇത് കേൾക്കുന്നവർ വിചാരിക്കും പലരും പല അർത്ഥത്തിലും എടുക്കുമായിരിക്കും ഇതിനെപ്പറ്റി. പക്ഷേ ഓരോരുത്തരുടെയും പേഴ്സണൽ ഒപ്പീനിയന് നമ്മൾ വാല്യൂ കൊടുക്കണം.